ആക്ച്വലി ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ഒരു ഫോമൽ ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് എല്ലാവർക്കും എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Yeah, you're audible. ബിക്കോസ് ഞാൻ സ്വസ്തി തുടങ്ങിയപ്പോൾ മുതലുള്ള സ്വസ്തിയുടെ ട്രസ്റ്റിയാണ്. സ്വസ്തിയുടെ ഒരുവിധമുള്ള എല്ലാ പ്രോഗ്രാംസ്, ഐ മീൻ എന്താ പറയാ, ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ക്യാമ്പുകൾ, അങ്ങനെയുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ കഴിയുന്ന വിധം. പിന്നെ അമ്മ അസോസിയേഷന്റെ ഒരു മെമ്പറാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ച ഞാൻ ആക്ച്വലി അവരുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പോൾ ഇല്ല. സോ എനിക്ക് രണ്ട് രീതിയിൽ നോക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇവിടെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ടല്ല, ആക്ച്വലി ഞാൻ നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ആക്ച്വലി സംശയം ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഞാൻ ഇതുവരെ ചെക്ക് ചെയ്യാത്ത ഒരു കാര്യം കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാമോഗ്രാം പെയിൻഫുൾ ആണോ എന്നുള്ളൊരു സംഭവം. ആക്ച്വലി ആ ഒരൊറ്റ പേടിയിൽ ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് അത്. അപ്പൊ ഇപ്പൊ നമ്മൾ അതും ഡിസ്കഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അതും ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളെപ്പോഴും ക്യാൻസർ അവയർനെസ് എന്ന് പറയുന്നതിന് മുമ്പ്, ഇപ്പോൾ നമ്മൾ ക്യാൻസർ എന്നതിലപ്പുറത്തേക്ക് നമ്മുടെ എന്ത് അസുഖവും, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ തന്നെയാന്ന് പറയും. എനിക്ക് ആദ്യം ഇഷ്ടം എന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ളവരെ. കാരണം എൻ്റെ ആരോഗ്യം മര്യാദയ്ക്ക് ഇരുന്നാൽ, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം, എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ അമ്മ, എൻ്റെ മകൾ, അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരെയും എനിക്ക് ഒന്ന് ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ എനിക്ക് ആരോഗ്യം വേണം ആദ്യം. അപ്പോൾ ക്യാൻസർ എന്നുള്ളതല്ല, എന്ത് ഹെൽത്ത് വൈസ് ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങളും നമ്മൾ മുൻകൂട്ടി തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ മുൻകൂട്ടി തന്നെ, ഇപ്പോൾ ചെറിയൊരു നിസാര പ്രശ്നം മതി. നമ്മളൊരു എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ എത്രയോ പേര് നിസാരം എന്ന് കരുതിയിട്ട് മരണപ്പെട്ട ആൾക്കാരുണ്ടെന്നറിയാം. ഹാർട്ട് അറ്റാക്ക്, ഒരു നെഞ്ചുവേദന വന്നാൽ ഗ്യാസ് ആണ്, ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ മരിച്ചുപോകും. അത് കെയർലെസ് ആണ്. അപ്പോൾ നമുക്ക് ആരോഗ്യ കാര്യത്തിൽ കെയർലെസ് എന്ന് പറയുന്ന ഒരു സംഭവം പാടില്ല എന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ ഞാൻ ഒരുപാട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ വളരെ വളരെ എന്താ പറയാ, എവിടെ നോക്കിയാലും ക്യാൻസർ ആണ് അല്ലേ? ബാക്കിയുള്ള പനി, ജലദോഷം, ചുമ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്കിപ്പോ ശരിക്കും വളരെ നിസ്സാരമായിട്ട് പറയുന്ന ഒരു ഇതാണ്, എന്താണ്, എനിക്ക് ക്യാൻസർ ആണ്, എനിക്ക് ഇതാണ് ക്യാൻസർ, സോറി. അപ്പൊ എനിക്ക് പല കാര്യങ്ങളിലും തോന്നിയിട്ടുള്ളത്, ക്യാൻസർ എന്ന് പറയുന്ന ഇതിൽ പലർക്കും ഇപ്പോൾ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ നേരത്തെ നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ, നമുക്കൊരു സംശയം തോന്നിയാൽ, ഒരു ചുമ കൂടിയാൽ, അല്ലെങ്കിൽ നമുക്കൊരു പനി വന്നത് മാറുന്നില്ല എങ്കിൽ ഒക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ, ഫോർ എക്സാമ്പിൾ, ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പെയിനോ, അല്ലെ, അങ്ങനെയല്ലേ ഡോക്ടേഴ്സ്, പെയിനോ അങ്ങനെയൊന്നും വരണം നിർബന്ധമില്ലല്ലോ. നമുക്ക് വരണം എന്ന് ഒരിക്കലും നിർബന്ധമില്ല. നമുക്കുണ്ടാകുന്ന ചില തടുപ്പുകളായിരിക്കും, ചിലപ്പോ വേറെന്തെങ്കിലും സിംറ്റംസ് ആയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ എന്തൊരു ചെറിയ ക്ഷീണം വന്നാൽ പോലും ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്യണം, നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളെ ആദ്യം സ്നേഹിക്കുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മുടെ ബോഡി നമ്മളുടെ മാത്രമാണ്, ആരും ഉണ്ടാവില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്മളെ സ്നേഹിക്കുക, നമ്മളെ ടേക്ക് കെയർ ചെയ്യുക. ഒരു ചെറിയ ക്ഷീണം വന്നാൽ പോലും പോയി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള പരിജ്ഞാനമൊന്നും എനിക്കറിയില്ല. അത് പറയാനുള്ള ഡോക്ടേഴ്സും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ഒക്കെ വന്നിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവരിൽ നിന്നും കൂടി കേൾക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. മെയിൻലി ഞാൻ പറഞ്ഞ ആ പെയിൻ, മാമോഗ്രാമിന്റെ പെയിനിന്റെ. സോ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗസ്റ്റ് ആയിട്ടില്ല, നിങ്ങളൊരാളായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നാലും ഇങ്ങനൊരു ഇതിൽ അമ്മയുടെ ഭാഗത്തു നിന്നും സ്വസ്തിയുടെ ഭാഗത്തു നിന്നും സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ ബാക്കിയുള്ള സംസാരത്തിലേക്ക് ബാക്കിയുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇത് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്.
അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.